സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അഥവാ അർഹതയുള്ളവരുടെ അതിജീവനം. ഈ വാക്കു കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചിത്രങ്ങൾ എന്തൊക്കെയാണ്? ഒരുപക്ഷെ കാടിൻ്റെ രാജാവായ സിംഹം, ഇരയെ തേടി മിന്നൽ വേഗത്തിൽ പായുന്ന ചീറ്റപ്പുലി, അതുമല്ലെങ്കിൽ അതിബുദ്ധിമാനായ ഒരു ചിമ്പാൻസി, അല്ലേ? കരുത്തും വേഗതയും ബുദ്ധിയുമാണ് അതിജീവനത്തിൻ്റെ അടിസ്ഥാനമെന്ന് നമ്മൾ പലപ്പോഴും കരുതിപ്പോരുന്നുണ്ട്. ഏറ്റവും ശക്തൻ വിജയിക്കുന്നു, ദുർബലൻ ഇല്ലാതാകുന്നു. ഇതാണ് പ്രകൃതി നിയമമെന്ന് നമ്മൾ വിശ്വസിച്ചു. പക്ഷേ പ്രകൃതിയുടെ പുസ്തകത്തിലെ ചില ഏടുകൾ മറിച്ചു നോക്കുമ്പോൾ ഈ ധാരണകൾക്ക് മുന്നിൽ ചില ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഒന്ന്, സ്ലോത്തിനെ കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ ഏറ്റവും മടിയനായ ജീവിയാണ് നിങ്ങൾ ഈ കാണുന്ന സ്ലോത്ത്. ഒരു ദിവസം മരക്കൊമ്പിൽ തൂങ്ങിക്കിടന്ന് ഏതാനും ഇലകൾ തിന്ന് ഉറങ്ങി തീർക്കുന്ന ഒരു ജീവി എങ്ങനെയാണ് അതിജീവനത്തിൻ്റെ ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കുന്നത്? അല്ലെങ്കിൽ ഭീമൻ പാണ്ട, മുള മാത്രം തിന്ന് വളരെ കുറഞ്ഞ പ്രത്യുൽപാദന നിരക്കുള്ള ഈ ഭീമാകാരൻ എങ്ങനെയാണ് വംശനാശം വരാതെ ഇന്നും നിലനിൽക്കുന്നത്? ന്യൂസിലാൻഡിലെ പറക്കാൻ കഴിവില്ലാത്ത കാക്കാപ്പോ എന്ന തത്ത, വിചിത്രരൂപിയായ അയെ എന്ന ജീവി, ഇവയൊന്നും കരുത്തിൻ്റെയോ വേഗതയുടെയോ പ്രതീകങ്ങളല്ല. അപ്പോൾ നമ്മുടെ അടിസ്ഥാന ധാരണയിൽ എവിടെയൊക്കെയോ തെറ്റ് സംഭവിച്ചിട്ടില്ലേ? അതിജീവനത്തിൻ്റെ യഥാർത്ഥ രഹസ്യം എന്താണ്? എന്തുകൊണ്ടാണ് അയോഗ്യരെന്ന് നമുക്ക് തോന്നുന്ന ജീവികൾ ഈ ഭൂമിയിൽ ഇന്നും അവരുടെ വംശം ഇങ്ങനെ നിലനിർത്തി പോകുന്നത്? അത് കണ്ടെത്താനാണ് ഇന്നത്തെ എപ്പിസോഡ്. എൻ്റെ പേര് ജിതിൻ ജാറസ്. ഞാനൊരു സയൻസ് ജേർണലിസ്റ്റാണ്. ഞാനും ഈ സബ്സ്ക്രൈബർ ലിസ്റ്റിലുള്ള എൻ്റെ സുഹൃത്തുക്കളും ചേർന്നുകൊണ്ട് 7 വർഷത്തിലേറെയായി സയൻറ്റിഫിക് കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ഡിസ്കസ് ചെയ്യുന്നു. നിങ്ങൾക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. പരിണാമം സത്യത്തിൽ എന്തിനെയാണ് തിരഞ്ഞെടുക്കുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമ്മൾ ആദ്യത്തെ വാചകത്തിൻ്റെ ഉറവിടത്തിലേക്ക് തിരികെ പോകണം. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. നമ്മളിൽ പലരും കരുതുന്നത് പോലെ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ചാൾസ് ഡാർവിൻ അല്ല. ഇത് യഥാർത്ഥത്തിൽ രൂപപ്പെടുത്തിയത് ഹെർബർട്ട് സ്പെൻസർ എന്ന തത്വചിന്തകനായിരുന്നു. ഡാർവിൻ്റെ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് വായിച്ചതിന് ശേഷം 1864 ഇറങ്ങിയ പ്രിൻസിപ്പിൾസ് ഓഫ് ബയോളജി എന്ന തൻ്റെ പുസ്തകത്തിലാണ് സ്പെൻസർ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ചാൾസ് ഡാർവിൻ തൻ്റെ വിഖ്യാതമായ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ മുന്നോട്ട് വച്ച പരിണാമ സിദ്ധാന്ത പ്രകാരം ഏതൊരു ജീവിവർഗത്തിലും സ്വാഭാവികമായിട്ടുള്ള ചെറിയ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് ഉണ്ടാകുമെന്നും അതിൽ തങ്ങൾ ജീവിക്കുന്ന പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായ ഗുണമുള്ളവ അതിജീവിക്കുമെന്നും അവയ്ക്കു പ്രത്യുൽപാദനം നടത്താൻ കഴിയുമെന്നും അവയുടെ എണ്ണം കൂടുമെന്നുമാണ് പറയുന്നത്. അല്ലാത്തവയുടെ എണ്ണം കുറഞ്ഞ് അവ നശിച്ചു പോകും. ഡാർവിൻ ഈ പ്രക്രിയയെ പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്നാണ് വിളിച്ചത്. ഇനി ഹെർബർട്ട് സ്പെൻസറിൻ്റെ സിദ്ധാന്തത്തിലേക്ക് വരാം. പ്രകൃതിയിലെ ഈ അതിജീവനത്തിനായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ മത്സരം മനുഷ്യ സമൂഹത്തിൽ പ്രത്യേകിച്ച് സാമ്പത്തിക രംഗത്തും ബാധകമാണ് എന്ന് അദ്ദേഹം അന്ന് വിശ്വസിച്ചിരുന്നു. ഏറ്റവും കഴിവുള്ളവരും ശക്തരുമായിട്ടുള്ള വ്യക്തികൾ വ്യവസായങ്ങളിൽ വിജയിക്കുകയും അല്ലാത്തവർ ദാരിദ്ര്യത്തിലേക്ക് പോയി സ്വാഭാവികമായി പുറന്തള്ളപ്പെടുകയും ചെയ്യുമെന്ന തൻ്റെ സാമൂഹിക സിദ്ധാന്തത്തിന് ഒരു ജീവശാസ്ത്രപരമായിട്ടുള്ള ബേസിക്സ് കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഈ ഒരു തിയറി ഉപയോഗിച്ചു. പ്രകൃതിയിലും സമൂഹത്തിലും ഒരുപോലെ നടക്കുന്ന ഈ പ്രക്രിയയെ ഒറ്റ വാക്കിൽ ഒതുക്കാനാണ് അദ്ദേഹം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന പ്രയോഗം രൂപപ്പെടുത്തിയത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് നമ്മൾ പൊതുവെ പറയുന്ന ആശയത്തെ സാധൂകരിക്കാനാണ് സ്പെൻസർ പരിണാമ സിദ്ധാന്തത്തെ സോഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള ഇടപെടലിലേക്ക് ബന്ധിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ ഇത്തരത്തിൽ സമൂഹത്തിലെ നിലനിൽപ്പും മനുഷ്യരുടെ സാമൂഹിക പുരോഗതിയുടെയും കാരണം പ്രകൃതിയുടെ സ്വാഭാവിക തിരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് എന്നു പറയുന്ന ആശയത്തിനോട് ഡാർവിന് പരിപൂർണമായ യോജിപ്പുണ്ടായിരുന്നില്ല. സ്പെൻസറിൻ്റെ എഴുത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ വളരെ ബുദ്ധിപരമാണ്, പക്ഷേ അത് വായിച്ചു കഴിയുമ്പോൾ ഞാൻ കൂടുതൽ ജ്ഞാനിയായതായി തോന്നുന്നില്ല. പലപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുകയാണ് പതിവ്. ഇത്തരത്തിൽ സ്പെൻസറിൻ്റെ ആശയങ്ങളോട് താല്പര്യമില്ലാതിരുന്ന ഡാർവിൻ എന്തുകൊണ്ടാണ് തൻ്റെ പരിണാമ സിദ്ധാന്തത്തിൽ സ്പെൻസറിൻ്റെ വാക്കായ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ഉപയോഗിക്കുന്നത്? ഇവിടെയാണ് കഥയിലേക്ക് ആൽഫ്രഡ് റസൽ വാലസ് എന്ന അതുല്യനായ പ്രകൃതിശാസ്ത്രജ്ഞൻ കടന്നു വരുന്നത്. 8 വർഷത്തോളം മലായ് ദ്വീപ സമൂഹത്തിൽ, അതായത് ഇന്നത്തെ ഇന്തോനേഷ്യ മലേഷ്യ ഭാഗത്തുള്ള കാടുകളിൽ പരിവേഷണം നടത്തിയിരുന്ന വ്യക്തിയായിരുന്നു ആൽഫ്രഡ് റസൽ വാലസ്. അദ്ദേഹം ആയിരക്കണക്കിന് പുതിയ ജീവിവർഗങ്ങളെ കണ്ടെത്തുകയും ബയോളജിക്കൽ എർത്ത് സയൻസിന് അടിത്തറ പാവുകയും ചെയ്ത ആളായിരുന്നു. തൻ്റെ പരിവേഷണങ്ങളെക്കുറിച്ച് ദ മലായ് ആർക്കിപെലഗോ എന്ന വിഖ്യാതമായ പുസ്തകവും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. 1858 ടെർണേറ്റ് എന്ന ദ്വീപിൽ വെച്ച് മലേറിയ പിടിച്ച് കിടക്കുമ്പോൾ വാലസിന് പെട്ടെന്നൊരു തോന്നലുണ്ടായി. അദ്ദേഹത്തിന് ഡാർവിനെ പോലെ തന്നെ പ്രകൃതി നിർദ്ധാരണത്തിലൂടെയാണ് ജീവപരിണാമം നടക്കുന്നത് എന്ന സിദ്ധാന്തം ഉണ്ടായി വന്നു. അത് സ്വതന്ത്രമായി സംഭവിച്ചതാണ്, അല്ലാതെ ആരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടല്ല. പക്ഷേ ആ കണ്ടെത്തൽ ഒരു പ്രബന്ധമാക്കി അതേ വിഷയത്തിൽ പ്രവർത്തിക്കുകയായിരുന്ന ഡാർവിൻ അദ്ദേഹം അയച്ചു കൊടുത്തു. ഈ ഒരു പർട്ടിക്കുലർ പ്രബന്ധമാണ് സത്യത്തിൽ തൻ്റെ സിദ്ധാന്തം പ്രസിദ്ധീകരിക്കാൻ വർഷങ്ങളായിട്ട് മടിച്ചു നിന്ന ഡാർവിനുള്ള ഒരു എനർജിയായി മാറിയത്. താൻ മാത്രമല്ല,
ആൽഫ്രഡ് റസൽ വാലസിനും അത് തോന്നിയിരിക്കുന്നു. അതേ വാലസാണ് 1866 ഡാർവിൻ്റെ നാച്ചുറൽ സെലക്ഷൻ എന്ന പ്രയോഗത്തെ വിമർശിച്ചൊരു കത്ത് എഴുതുന്നത്. പ്രകൃതി ബോധപൂർവം ജീവികളെ തിരഞ്ഞെടുക്കുന്നു എന്ന ആ വാക്ക് തെറ്റിദ്ധാരണ ഉണ്ടാക്കുമെന്നും സാധാരണ വായനക്കാർക്കിടയിൽ ഇതിന് ആശയക്കുഴപ്പം ഉണ്ടാക്കുമെന്നും അത് ഒഴിവാക്കുന്നതിന് വേണ്ടി സ്പെൻസർ മുന്നോട്ട് വെച്ച ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന വാക്ക് ഉപയോഗിക്കാൻ വാലസ് ഡാർവിനോട് അഭ്യർത്ഥിച്ചു. വാലസിൻ്റെ ഈ നിർദ്ദേശം ഡാർവിൻ സ്വീകരിച്ചതുകൊണ്ടാണ് 1869 ഒറിജിൻ ഓഫ് സ്പീഷീസിൻ്റെ 5ാമത്തെ പതിപ്പ് മുതൽ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചു വരുന്നത്. എങ്കിലും നാച്ചുറൽ സെലക്ഷൻ എന്ന തൻ്റെ സ്വന്തം പ്രയോഗം അദ്ദേഹം ഒരിക്കലും ഉപേക്ഷിച്ചിരുന്നില്ല. അതിനൊരു പകരക്കാരനായിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ഉള്ളൊരു വിശദീകരണമായിട്ടോ മാത്രമാണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന വാക്കിനെ ഡാർവിൻ കണ്ടത്. അപ്പോൾ ഡാർവിൻ യഥാർത്ഥത്തിൽ ഫിറ്റസ്റ്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കിയത്? അതൊരു കരുത്തോ വേഗതയോ ബുദ്ധിയോ ഒന്നും ആയിരുന്നില്ല. മറിച്ച് ഒരു ജീവി താൻ ജീവിക്കുന്ന പരിസ്ഥിതിയുമായിട്ട് ഏറ്റവും നന്നായി ഇണങ്ങാനുള്ള കഴിവുണ്ടെങ്കിൽ അതാണ് ഈ പറയുന്ന കഴിവ്. സോ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ബെസ്റ്റ് അഡാപ്റ്റഡ് ടു ദ എൻവയോൺമെൻറ്റ്. മാമത്തുകളുടെ ചിത്രം കണ്ടിട്ടില്ലേ? ആനയെപ്പോലെ വലിപ്പമുള്ള, ശരീരം നിറയെ കട്ടിയുള്ള രോമമുള്ള, വളഞ്ഞ വലിയ കൊമ്പുകളുള്ള ഐസ് യുഗത്തിലെ യഥാർത്ഥ അധികായന്മാരായിരുന്നു മാമത്തുകൾ. സൈബീരിയയിലെ മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും അവരുടെ ഭീമാകാരന്മാരായിട്ടുള്ള ഫോസിലുകൾ നമ്മൾ കണ്ടെത്തുമ്പോൾ അവയുടെ കരുത്തും വലുപ്പവും ഒക്കെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തിയിരുന്നു. സോ അങ്ങനെയാണെങ്കിൽ അക്കാലത്തെ ഏറ്റവും ഫിറ്റായ ജീവിവർഗങ്ങളിൽ ഒന്നായിരുന്നു മാമത്ത് എന്ന് പറയാമല്ലോ. പിന്നെന്തു പറ്റി? ശക്തിയുണ്ട്, ശരീരമുണ്ട്, നല്ല രീതിയിൽ ഏജുണ്ട്. എന്തുകൊണ്ടാണ് ഇത്രയും ശക്തനായ ജീവികൾ ഭൂമുഖത്ത് നിന്ന് വംശനാശം വന്നത്? അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒന്ന് നിരീക്ഷിച്ചാൽ മതി. അവ അൺഫിറ്റായി മാറി. കരുത്ത് കുറഞ്ഞതുകൊണ്ടൊന്നുമല്ല, ഭൂമിയുടെ കാലാവസ്ഥ മാറി തുടങ്ങിയതുകൊണ്ടാണ്. ഹിമയുഗം അവസാനിക്കുകയും ചൂട് കൂടുകയും ചെയ്തപ്പോൾ മാമത്തുകളുടെ ഏറ്റവും വലിയ ശക്തികൾ തന്നെ അവരുടെ ദൗർബല്യമായി മാറി. ഒന്നാമതായിട്ട്, കൊടും തണുപ്പിൽ നിന്നും അവയെ സംരക്ഷിച്ചിരുന്ന കട്ടിയേറിയ രോമക്കുപ്പായം പുതിയ ചൂടൻ കാലാവസ്ഥയിലൊരു ശാപമായി അവർക്ക് മാറി. അവയ്ക്ക് ചൂട് താങ്ങാനാകാതെ വന്നു. രണ്ടാമതായി, അവരുടെ പ്രധാന ഭക്ഷണമായിരുന്ന തണുപ്പൻ പുൽമേടുകൾ അപ്രത്യക്ഷമായി. അവിടെ നിന്നായിരുന്നു ഇവർ ഫുഡ് കഴിച്ചിരുന്നത്. പകരം വലിയ മരങ്ങളോടുകൂടിയ വനങ്ങളും മറ്റു സസ്യജാലങ്ങളും ഉയർന്നു വന്നു. അവരുടെ ഭീമാകാരന്മാരായിട്ടുള്ള ശരീരത്തിന് ആവശ്യമായ അത്രയും ഭക്ഷണം പുതിയൊരു കാലാവസ്ഥയിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല. അവ ദുർബലരായതുകൊണ്ടല്ല, മറിച്ച് മാറിയ ലോകത്തിനനുസരിച്ച് അവർ അയോഗ്യരായി മാറി, അൺഫിറ്റായി മാറി. ഈ മാറ്റത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വന്നപ്പോൾ കരുത്തിൻ്റെ പര്യായമായ മാമത്തുകൾക്ക് വംശനാശം സംഭവിച്ചു. അതേസമയം അവരോടൊപ്പം തന്നെ അവരുടെ മറ്റൊരു ബ്രാഞ്ചിൽ വളർന്നു വന്ന വേറെ ഭാഗത്ത് ജീവിച്ച ആഫ്രിക്കൻ ആനകളും ഇന്ത്യൻ ആനകളും ഒക്കെ തന്നെ അതിജീവിച്ചല്ലോ. അതുകൊണ്ട് തന്നെ അതിജീവനം എന്നത് കരുത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലെങ്കിൽ കരുത്തിനെ മാത്രമല്ല ആശ്രയിക്കുന്ന, മറിച്ച് സാഹചര്യങ്ങളോട് ഇണങ്ങിച്ചേരാനുള്ള കഴിവിൻ്റെ ഒരു പര്യായം കൂടിയാണ്. ഇവിടെയാണ് പാണ്ടയും സ്ലോത്തുമൊക്കെ സൂപ്പർ ഫിറ്റായി മാറുന്നത്. എങ്ങനെയാണെന്നല്ലേ ഞാൻ പറഞ്ഞുതരാം. പാണ്ടയുടെ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. ഇന്ന് കാണുന്ന പാണ്ടയുടെ പൂർവികർ യഥാർത്ഥത്തിൽ കരടി കുടുംബത്തിൽപ്പെട്ട ഉഴ്സിഡെ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. മറ്റു കരടികളെപ്പോലെ മാംസവും പഴങ്ങളും കഴിച്ചിരുന്നൊരു ഒംനിവോറസ് ജീവി. പക്ഷേ ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ മലനിരകളിൽ മറ്റ് ശക്തരായ മാംസഭോജികളുമായിട്ടുള്ള മത്സരത്തിൽ ഇത്തരം കരടികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതായത് പാണ്ടയുടെ പഴയ തലമുറയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതിജീവനത്തിന് വേണ്ടി അവർക്ക് പുതിയൊരു വഴി കണ്ടെത്തേണ്ടതായിട്ട് വന്നു. അവിടെയാണ് അവർ മുളയെ തിരിച്ചറിയുന്നത്. ആരും കാര്യമായി ആശ്രയിക്കാത്ത, എന്നാൽ മലനിരകളിൽ സമൃദ്ധമായി വളരുന്നൊരു ഭക്ഷണ സ്രോതസ്സായിരുന്നല്ലോ മുള. മുള മാത്രം തിന്ന് ജീവിക്കാൻ അവരുടെ ശരീരം പതിയെ പതിയെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി, പരിണമിക്കാൻ തുടങ്ങി. അങ്ങനെ അഡാപ്റ്റ് ചെയ്യാത്ത കരടി വർഗത്തിൽപ്പെട്ട ജീവികൾ മരിച്ചു പോകാൻ തുടങ്ങി. ഇതിലേറ്റവും പ്രധാനപ്പെട്ട മാറ്റം അവരുടെ കൈകളിലായിരുന്നു. മുളന്തണ്ടിൽ മുറുകെ പിടിക്കാൻ പാകത്തിന് അവരുടെ കൈത്തണ്ടയിലെ ഒരു എല്ല്, റേഡിയൽ സീസമോൾഡ് ബോൺ എന്ന് പറയും, ഇതൊരു വ്യാജ തള്ളവിരൽ അല്ലെങ്കിൽ സ്യൂഡോ തമ്പായിട്ട് രൂപാന്തരപ്പെട്ടു. ഇത് പരിണാമത്തിലെ വളരെ ശ്രദ്ധേയമായൊരു അഡാപ്റ്റേഷനാണ്. പാണ്ടയുടെ ദഹന വ്യവസ്ഥ ഇപ്പോഴും മാംസഭോജിക്ക് സമാനമാണ്. മാംസം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വ്യവസ്ഥിതിയുമായിട്ട് മുള തിന്നുന്നത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. പോഷകങ്ങൾ മുളയുടെ ഇലയിലും മറ്റും കുറവാണ്. അതുകൊണ്ട് ദിവസവും 12-14 മണിക്കൂർ, അതായത് ഏകദേശം അത്രയും സമയം കൊണ്ട് 15 കിലോയോളം മുള ഇവർക്ക് കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഡെയിലി. ഈ കുറഞ്ഞ പോഷകമുള്ള ഭക്ഷണം കാരണം ലഭിക്കുന്ന ഊർജ്ജവും വളരെ കുറവാണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് പാണ്ടകൾ ഇത്രയധികം സമയം വിശ്രമിക്കുകയും പ്രത്യുൽപാദന നിരക്ക് കുറയുകയും ചെയ്തുകൊണ്ട് അതിജീവിക്കുകയാണ്. സോ അവർ ഊർജ്ജം സംരക്ഷിക്കാനുള്ള ഒരു അതിജീവന തന്ത്രമാണ് നടത്തുന്നത്. ഇനി നമുക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മടിയൻ എന്ന പേര് കേട്ട സ്ലോത്തിൻ്റെ കാര്യം എടുക്കാം. മടിയൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അതിജീവനം എന്ന വാക്കിൻ്റെ വിപരീതമായിട്ടാണ് നമുക്ക് തോന്നുക. എന്നാൽ ഈ മെല്ലെപ്പോക്കാണ് സ്ലോത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി, അതിൻ്റെ സൂപ്പർ പവർ.
ഇന്ന് കാണുന്ന മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന സ്ലോത്തിൻ്റെ പൂർവികർ ഭീമാകാരന്മാരായിട്ടുള്ള ഗ്രൗണ്ട് സ്ലോത്തുകളായിരുന്നു. അവരിൽ ചിലതിന് ആനയുടേതത്ര വലിപ്പം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഫോസിലുകൾ കിട്ടിയിട്ടുണ്ട്. എന്നാൽ മാമത്തുകളെപ്പോലെ കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കാനും പുതിയ വേട്ടക്കാരെ അതിജീവിക്കാനും ഒന്നും ഭീമരായിട്ടുള്ള സ്ലോത്തിൻ്റെ പഴയ പൂർവികർക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അവരുടെ ചെറിയ ബന്ധുക്കൾ അതിജീവിച്ചു. അതെങ്ങനെയാണ്? അവർ മരങ്ങളിലേക്ക് ചേക്കേറി ലോകത്തിൽ നിന്ന് സ്വയം ഒളിക്കാൻ തുടങ്ങി. അവരുടെ അതിജീവന തന്ത്രം അങ്ങേയറ്റത്തെ ഊർജ്ജ സംരക്ഷണം എന്നതായിരുന്നു. അവർ കഴിക്കുന്ന ഇലകളിൽ പോഷകങ്ങൾ വളരെ കുറവാണ്, ദഹിക്കാൻ വളരെ പ്രയാസമുണ്ട്. അതുകൊണ്ട് അവരുടെ മെറ്റബോളിസം, അതായത് ശരീരത്തിലെ ഊർജ്ജമുണ്ടാകുന്ന പ്രോസസ്സ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നതിനേക്കാൾ വളരെ പതുക്കെയാണ്. ഒരു ഇല പൂർണ്ണമായും ദഹിക്കാൻ അവർക്ക് 1 മാസം വരെ വേണ്ടി വരുമെന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്ര പതുക്കെയാണെന്ന്. ഈ മെല്ലെപ്പോക്കാണ് വേട്ടക്കാരുടെ കയ്യിൽ നിന്നും അവരെ മറച്ചു പിടിക്കുന്നത്. പ്രധാന ഭീഷണികളായ ഹാർപ്പി ഈഗിളുകളെപ്പോലെയുള്ള കൂറ്റൻ പക്ഷികളും ജാഗ്വാറുകളും ചലനങ്ങൾ കണ്ടാണ് ഇവയെ കണ്ടുപിടിച്ചിരുന്നത്, അല്ലെങ്കിൽ മറ്റ് ജീവികളെ ഇരപിടിച്ചിരുന്നത്. പക്ഷേ ഒരു ചലനവുമില്ലാതെ ഇലകൾക്കിടയിൽ തൂങ്ങിക്കിടന്ന് ഉറങ്ങുന്ന സ്ലോത്തിനെ കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യവുമാണ്. അതിലും രസകരമായിട്ടുള്ളൊരു കാര്യം, ഈ ഒരു കാടിൻ്റെ പച്ചപ്പിൽ അലിഞ്ഞു ചേരാൻ സഹായിക്കുന്ന ഒരു പ്രകൃതിദത്ത കോട്ടിംഗ് സ്ലോത്തിൻ്റെ ശരീരത്തിലുണ്ട്. അവരുടെ രോമത്തിൽ പായൽ വളരും. ചുരുക്കി പറഞ്ഞ മരത്തിൻ്റെ ഒരു ഭാഗം പോലെ മാത്രമേ ദൂരെ നിന്ന് നമുക്കവയെ കണ്ടാൽ തോന്നൂ. മടിയെ പരമാവധി ഉപയോഗപ്പെടുത്തി എങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഇല്ലാതെ അതിജീവിക്കാം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്ലോത്ത്. കാഴ്ചയിലൊരു പാവക്കുട്ടിയെ പോലെ തോന്നുന്ന കോലയെയും ഈ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഓസ്ട്രേലിയയിൽ നിന്നുള്ള കോലയുടെ സൂപ്പർ പവർ എന്ന് പറയുന്നത് മറ്റ് മിക്ക ജീവികളുടെയും വിഷമായിട്ടുള്ള യൂക്കാലിപ്റ്റസ് ഇലകൾ മാത്രം ഭക്ഷിച്ച് ജീവിക്കാനുള്ളൊരു കഴിവാണ്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിൽ വരണ്ട കാലാവസ്ഥയുണ്ടായപ്പോൾ യൂക്കാലിപ്റ്റസ് മരങ്ങൾ മാത്രം ധാരാളമായി വളർന്നിരുന്നു. പോഷകങ്ങൾ വളരെ കുറവുള്ളതും ദഹിക്കാൻ പ്രയാസമുള്ളതും വിഷാംശം നിറഞ്ഞതുമായ യൂക്കാലിപ്റ്റസ് ഇലകൾ മറ്റെല്ലാ ജീവികളും ഒഴിവാക്കുമ്പോൾ കോല അതിനെ ഭക്ഷണമാക്കി മാറ്റാൻ തുടങ്ങി. ഇതിനായിട്ട് ദശലക്ഷക്കണക്കിന് വർഷങ്ങളിലൂടെ അതിൻ്റെ ശരീരത്തിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം മാറ്റങ്ങൾ ഉണ്ടായവ അതിജീവിച്ചു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. യൂക്കാലിപ്റ്റസിൻ്റെ വിഷത്തെ നിർവീര്യമാക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ലിവറും നാരുകൾ നിറഞ്ഞ ഇലകൾ ദഹിപ്പിക്കാൻ സഹായിക്കുന്ന പ്രത്യേക ബാക്ടീരിയകൾ നിറഞ്ഞ വളരെ നീളമുള്ളൊരു ദഹനേന്ദ്രിയവും ഉൾപ്പെടുന്ന ദഹന വ്യവസ്ഥയാണ് കോലയുടെ അതിജീവനത്തിൻ്റെ രഹസ്യം. എന്നാൽ ഈ ഭക്ഷണം വളരെ കുറഞ്ഞ ഊർജ്ജം മാത്രമേ നൽകുന്നുള്ളൂ എന്നതുകൊണ്ട് സ്ലോത്തിനെയും പാണ്ടയെയും പോലെ കോലകൾ ഒരു ദിവസം ഏകദേശം 20 മണിക്കൂർ വരെയാണ് ഉറങ്ങുന്നത്. പാണ്ടയും സ്ലോത്തും കോലയും മാത്രമല്ല ഈ ഗണത്തിൽപ്പെടുന്നവർ. മരത്തടി തുരന്ന് പുഴുക്കളെ പിടിക്കാൻ വിചിത്രമായൊരു നീണ്ട വിരൽ ഉപയോഗിക്കുന്ന മഡഗാസ്കറിലെ അയെ, ശത്രുക്കളില്ലാത്ത ദ്വീപിൽ പറക്കാനുള്ള കഴിവ് തന്നെ ഉപേക്ഷിച്ച ന്യൂസിലാൻഡിലെ തടിയൻ തത്തയായിട്ടുള്ള കാക്കാപ്പോ, മണ്ണിനടിയിൽ പ്രാണികളെപ്പോലെ ഒരു രാജ്ഞിക്ക് കീഴിൽ ജീവിക്കുന്ന നേക്കഡ് മോൾ റാറ്റുകൾ, ഇവയെല്ലാം അവരവരുടെ ലോകത്തിലെ അതിവിദഗ്ധരാണ്. എന്നാൽ ഈ അതിവിദഗ്ധമായ ജീവിത രീതിക്ക്, അതായത് സ്പെഷ്യലൈസേഷന് ഒരു മറുവശമുണ്ട്. അതിനെ നമുക്ക് ദ കോസ്റ്റ് ഓഫ് ദ സ്പെഷ്യലൈസേഷൻ എന്ന് വിളിക്കാം. ഒരു കാര്യത്തിൽ വിദഗ്ധനായ വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം പൂട്ടിന് വേണ്ടി മാത്രമുള്ള താക്കോല് പോലെയാണ്. ആ താക്കോല് കൊണ്ട് ആ പർട്ടിക്കുലർ പൂട്ട് അനായാസം തുറക്കാൻ പറ്റും. പക്ഷേ ആ പൂട്ടിൻ്റെ കോമ്പിനേഷൻ ചെറുതായിട്ടൊന്ന് മാറുകയാണ്, അല്ലെങ്കിൽ അതിനൊരു കേട് വരികയാണെങ്കിൽ ആ താക്കോൽ അല്ലെങ്കിൽ ആ വൈദഗ്ധ്യം കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഇന്നത്തെ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ AI പല ജോലികളും ഹാക്ക് ചെയ്യുമെന്നും കുറച്ച് നാളുകൾക്ക് മുമ്പ് കമ്പ്യൂട്ടർ പല പണികളും ഏറ്റെടുത്തതുപോലെയാണ്. ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ മാത്രം ഭയങ്കരമായ വൈദഗ്ധ്യമുള്ളൊരു വ്യക്തിക്ക് ആ ഒരു പർട്ടിക്കുലർ ജോബിനുണ്ടാകുന്ന വ്യതിയാനമോ AIയുടെ കടന്നുവരവോ ചിലപ്പോൾ തൊഴിലില്ലാതാക്കാൻ സാധ്യതയില്ലേ? അതുപോലെയാണ് ഈ വൈദഗ്ധ്യം എന്ന് പറഞ്ഞാൽ. ഞാനിത് പറയാനുള്ള കാരണം 2008 ചൈനയുടെ സിച്ചുവാൻ പ്രവിശ്യയെ പിടിച്ചു കുലുക്കിയ ഒരു ഭീമൻ ഭൂകമ്പം ഉണ്ടായി. അവിടെ പാണ്ഡകളുടെ പ്രധാന ആവാസ കേന്ദ്രങ്ങളായിട്ടുള്ള മുളങ്കാടുകൾ വ്യാപകമായി അക്കാലത്ത് നശിക്കപ്പെട്ടു. ഒറ്റ രാത്രി കൊണ്ട് അവയുടെ ഒരേയൊരു ഭക്ഷണ സ്രോതസ് ഇല്ലാതായി. തങ്ങളുടെ പ്രത്യേക കഴിവിൽ അതിജീവിച്ചിരുന്ന പാണ്ഡകളുടെ എണ്ണത്തിൽ അങ്ങനെ ഗണ്യമായ കുറവുണ്ടാകാൻ ഈ ഭൂകമ്പം കാരണമായി എന്ന് പറയുന്നുണ്ട്. ഇവിടെ പാണ്ഡയുടെ കാര്യമെടുത്താൽ ആ പൂട്ട് മുളയാണ്. ഭൂകമ്പം വന്നപ്പോൾ ആ പൂട്ടിന് കേടുപറ്റി. സ്ലോത്തിൻ്റെ കാര്യത്തിൽ ആ പൂട്ട് പ്രത്യേകതരം മരങ്ങളും ഇലകളുമുള്ള ശാന്തമായ കാടുകളാണ്. വനങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ സ്ലോത്തിൻ്റെ താക്കോലിന് തുറക്കാൻ പൂട്ടുകളില്ലാതാകും. അവരുടെ ഏറ്റവും വലിയ ശക്തി തന്നെ സാഹചര്യം മാറുമ്പോൾ ഏറ്റവും വലിയ ബലഹീനതയായി മാറും. ഇതാണ് പരിണാമത്തിൻ്റെ കാതൽ. പരിണാമത്തിൽ അതിജീവനം എന്നത് ഏതൊരു സാഹചര്യത്തിലും വിജയിക്കുന്നൊരു സാർവത്രികമായിട്ടുള്ള സൂപ്പർ ജീവി അല്ലെങ്കിൽ യൂണിവേഴ്സൽ സുപ്പീരിയോറിറ്റി കണ്ടെത്തുന്നതിലല്ല. അങ്ങനെ ഒരെണ്ണമില്ല. നമ്മൾ ഏകദേശം അങ്ങനത്തെ സാധനങ്ങളുമായിട്ട് മുന്നേറുന്നുണ്ട്, പക്ഷെ നമ്മൾ പൂർണ്ണരല്ല. മറിച്ച് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ഏറ്റവും അനുയോജ്യനായ ജീവിയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയയാണ് പ്രകൃതി നിർദ്ധാരണം അഥവാ നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത്. മാമത്തിന് അതിൻ്റെ ഹിമയുഗം എന്ന സാഹചര്യത്തിന് ഫിറ്റായിരുന്നു. പാണ്ഡ അതിൻ്റെ മുളങ്കാടിന് ഫിറ്റാണ്. സ്ലോത്ത് അതിൻ്റെ മരക്കൊമ്പുകൾക്ക് ഫിറ്റാണ്.
ഓരോ ജീവിയും അതിൻ്റെതായ ലോകത്തിലെ ഒരു വിജയഗാഥയാണ് പറയുന്നത്. അതുകൊണ്ട് അടുത്ത തവണ കരുത്തില്ലാത്ത വേഗതയില്ലാത്തൊരു ജീവിയെ കാണുമ്പോൾ അവൻ അയോഗ്യനാണ് എന്ന് വിളിക്കുന്നതിന് പകരം ഓർക്കുക, ഒരുപക്ഷെ നമ്മൾ കാണുന്നതിനേക്കാൾ വലിയൊരു അതിജീവന രഹസ്യം അതിൻ്റെ ജീവിത രീതിക്കും ചരിത്രത്തിനും ഉണ്ടായിരിക്കണം. മനുഷ്യരും അങ്ങനെ തന്നെയല്ലേ? അതെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.